NDA ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കണ്ണൂരിലെത്തുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനത്തിന് ശേഷമാണ് യാത്ര കണ്ണൂരിലെത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് നടക്കുന്ന ഉദ്ഘാടന സദസ്സിൽ സുരേഷ് ഗോപിയാണ് മുഖ്യാതിഥി. അർജുൻ കല്യാടിലേക്ക്. അർജുൻ, കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ കണ്ണൂരിലേക്ക് എത്തുകയാണ്. ഈ പദയാത്രയുടെ സ്ഥിരം യാത്രികരായി ആരൊക്കെയാണ് സുരേന്ദ്രനൊപ്പം ഉള്ളത്? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പദയാത്രയിൽ NDA ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. സുരേന്ദ്രനാണ് യാത്ര നയിക്കുന്നതെങ്കിൽ കൂടി BJP നേതൃത്വമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. NDAയുടെ പേരിലാണ് നടക്കുന്നതെങ്കിൽ BJP തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നിർവഹിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയും CK ജാനുവും തുടങ്ങിയിട്ടുള്ള NDA ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം പദയാത്രയിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് യാത്രയുടെ 2ാം ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് പദയാത്രയായി ഈ യാത്ര സഞ്ചരിക്കുന്നത്. അവിടെ പൊതുയോഗവും, ഉദ്ഘാടന വേദിയിൽ പൊതുയോഗവും, അതുപോലെ തന്നെ സമാപന സ്ഥലത്ത് വീണ്ടും ഒരു പൊതുയോഗം, അങ്ങനെ 2 പൊതുയോഗങ്ങളാണ് ഈ ഓരോ മണ്ഡലങ്ങളിലും, ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. ഇന്ന് 2 മണിക്കാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി കണ്ണൂരിൽ നടക്കുകയും ചെയ്യുക. സുരേഷ് ഗോപിയാണ് ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്യുന്നത്. അതും ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. കൂടുതൽ ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയുടെ പ്രാതിനിധ്യം സഹായിക്കുമെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിൻ്റെയും ഒരു വിലയിരുത്തൽ. എന്തായാലും ജാഥയുടെ 2ാമത്തെ ജില്ലയായ കണ്ണൂരിലേക്ക് ജാഥ പ്രവേശിക്കുകയാണ്. ഇന്ന് 2 മണിക്ക് രാവിലെ തന്നെ സുരേന്ദ്രൻ പറശ്ശിനിക്കടവ്, മുത്തപ്പൻ, മടപ്പുര ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തുന്നു. അതിനുശേഷം സാമുദായിക മത നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇന്ന് 12 മണിയോടുകൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ചയിലൊക്കെ ആരൊക്കെ പങ്കെടുക്കുമെന്നതും വളരെ ശ്രദ്ധേയമാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ബിഷപ്പ് പാംപ്ലാനി BJP കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഈ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അനുകൂലമായിട്ടുള്ള പ്രസ്താവനയൊക്കെ നടത്തിയാണ്. അപ്പോൾ അത്തരത്തിൽ ഉന്നതരായിട്ടുള്ള മത നേതാക്കൾ ആരെങ്കിലും തന്നെ ഈ സമ്മേളനത്തിലേക്ക് എത്തുമോ എന്നതും വലിയ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി 10:30 ഇന്ന് പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന കാര്യവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സുരേന്ദ്രൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന കാര്യവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ണൂർ ധർമ്മടത്ത് മത്സരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന രഘുനാഥ് BJPയിലേക്ക് ചേരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ അർജുൻ കല്യാട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇത് NDAയുടെ ഒരു പദയാത്രയാണെങ്കിലും മറ്റ് പൊതുപരിപാടികൾ, ഉദ്ഘാടന സദസ്സ് അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നടന്നുകൊണ്ടുള്ള ഒരു യാത്ര അത് ഉച്ചയ്ക്ക് ശേഷമാണ്. തീർച്ചയായിട്ടും. അതായത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും നിശ്ചയിക്കപ്പെട്ട ദൂരം, അതായത് ഏകദേശം 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ജാഥ നടക്കുന്നത്. ഇന്നിപ്പോൾ കണ്ണൂർ ടൗണിലാണ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഉദ്ഘാടനം നടക്കുക. അതിനുശേഷം പുതിയ തെരുവ് വരെയുള്ള സ്ഥലത്തായിരിക്കും. ഏകദേശം ഒരു 5 കിലോമീറ്ററിന് മുകളിലുള്ള ദൂരമുണ്ട്. ആ സ്ഥലത്താണ് ജാഥ ഈ പദയാത്രയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ മണ്ഡലത്തിലും ജനങ്ങളെ നേരിൽ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നതെന്നാണ് BJP വിശദീകരിക്കുന്നത്. അത്തരത്തിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു യാത്രയായി ഇതിനെ മാറ്റാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ഒരു പദയാത്ര എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും നടക്കുന്നുമുണ്ട്. സുജയ, തീർച്ചയായും ഹൈബ്രിഡ് യാത്ര അത് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നതും കെ സുരേന്ദ്രൻ നടത്തുന്നതും ഹൈബ്രിഡ് യാത്രയാണ്. എന്നുവെച്ചാൽ ഈ ജനവാസ മേഖലയിലൂടെ മാത്രം പദയാത്ര നടത്തുക, ബാക്കിയുള്ള ഇടങ്ങളിൽ ബസ്സിലൂടെയോ അല്ലെങ്കിൽ വാഹനത്തിലൂടെയോ നടത്തുക എന്നുള്ളതാണ്.